എന്തായാലും വേഷപ്രച്ഛന്നനായി ഈ ഒരു ഒന്നാം പ്രതി കേരളം നോക്കിക്കൊണ്ടിരുന്ന ഇയാളെ 10 ലക്ഷം രൂപ റിവാർഡിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ആ വ്യക്തിയെ ഏതായാലും കണ്ടെത്തി. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു, നമ്മൾ ദൂരെ എങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആരാണ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്? SDPIയുടെ ഇയാളെ ഫാദറിലോ SDPIക്കാരനാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇയാൾക്ക് സംരക്ഷണം കൊടുത്തവർ ആരൊക്കെയാണ്, അവരും ഈ കേസിൽ പ്രതിയായി കോടതിയിൽ ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം. സവാദ്, ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് സവാദിനെ കുറിച്ചാണ്. ഒരു കോളേജ് അധ്യാപകന്റെ കൈ മഴുകൊണ്ട് വെട്ടിയ കേസിലെ ഒന്നാം പ്രതി ഒളിവിൽ കഴിഞ്ഞത് കണ്ണൂരിൽ. 13 വർഷം ഒളിവിലായിരുന്നു. സവാദിനെ പിടിച്ചു നൽകുന്നവർക്ക് 10 ലക്ഷം രൂപ വരെ അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും കണ്ണൂരിലെ മണ്ണിൽ സവാദ് സ്വതന്ത്രനായി ജീവിച്ചു. ഒരു ഭയവുമില്ലാതെ കഴിഞ്ഞുകൂടി. മരപ്പണിക്കാരനായി ജോലി ചെയ്തു. വിവാഹം കഴിച്ചു. 2 മക്കളുമായി. ആരാണ് സവാദിനെ സഹായിച്ചത്? SDPIക്കാർക്ക് ഇതിൽ ബന്ധമുണ്ടോ? NIയുടെ അടാറ് നീക്കം എങ്ങനെയായിരുന്നു? സവാദിൻ്റെ മുതുകിലെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള വെട്ട് അതുതന്നെയാണ് അന്വേഷണ ഏജൻസികളെ സഹായിച്ചത്. എങ്ങനെ ആ വെട്ട് വന്നു? കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ് മലയാളി വാർത്തയോട് റിട്ടയർഡ് SP ജോർജ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടീച്ചർ ജോസഫ് സാറിനെ 2010 ആക്രമിച്ച അദ്ദേഹത്തിൻ്റെ കൈവെട്ടിയെടുത്ത് ദൂരെ എറിഞ്ഞു. ആ കേസ് കേരളത്തിലുള്ള എല്ലാവർക്കും ഞടുക്കം ഉണ്ടാക്കിയതാണ്. ആ കേസ് അവസാനം NIA ഏറ്റെടുത്തു. ആദ്യത്തെ കുറ്റച്ചാർജ് കൊടുത്തു. അതിൽ 13 പേരെ ശിക്ഷിച്ചു, 18 പേരെ വെറുതെ വിട്ടു. രണ്ടാമത്തെ കുറ്റച്ചാർജിൽ 11 പേർക്കെതിരായിട്ട് കൊടുത്തിട്ട് 6 പേരെ ശിക്ഷിച്ചു, 5 പേരെ വെറുതെ വിട്ടു. അങ്ങനെ മൊത്തം 19 പേരെ ശിക്ഷിച്ചു. 19 പേരിൽ ഒന്നാം പ്രതി സവാദ് അന്ന് മുതൽ ഒളിവിലാണ്. 2, 3, 4 പ്രതികൾ ജീവപര്യന്തം തടവിലേക്ക് പോയി. ബാക്കിയുള്ളവരെല്ലാവരും 3 മുതൽ 8 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ചു. പക്ഷെ ഒന്നാം പ്രതി ബാംഗ്ലൂർ വരെ പോയി, പിന്നെ നേപ്പാൾ വഴി അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയെന്നായിരുന്നു ഇതുവരെ നമ്മൾ കരുതിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയുന്നു 13 വർഷമായിട്ട് ഒളിവിൽ 8 വർഷം കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 5 വർഷത്തെ കണക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. NIA പോലീസ് കസ്റ്റഡിയിൽ ഇനി എടുത്ത ശേഷം മാത്രമേ അയാളെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പോപ്പുലർ ഫ്രണ്ടിൽ തന്നെയുള്ള ചില ആൾക്കാർ ആണ് ഇയാളെ ഒറ്റിക്കൊടുത്തത് എന്നിപ്പം വെളിയിൽ വരുന്നുണ്ട്. ആദ്യം 5 ലക്ഷം രൂപ ഇയാളെ കണ്ടെത്ത്, അല്ലെങ്കിൽ ഇയാളെ പറ്റി വിവരം കൊടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ റിവാർഡ് പ്രഖ്യാപിച്ചു. പിന്നീട് അത് 10 ലക്ഷമാക്കി. 10 ലക്ഷം ആക്കി ഇപ്പം പോപ്പുലർ ഫ്രണ്ടിലുള്ളവരൊക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറിയവരായിരിക്കാം. വിവരം NIAക്ക് കൊടുത്തു. അങ്ങനെയാണ് 13 വർഷത്തിന് ശേഷം ഇയാളെ മട്ടന്നൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം കേരളത്തിൽ തന്നെ ഇയാൾക്ക് സവാദിന് താമസിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആര്? അയാൾ കർണാടകയിലെ ഒരു ഉള്ളാൾ ദർഗയിൽ വെച്ച് പരിചയപ്പെട്ട അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞ കർണാടകക്കാരൻ. അയാൾ കാസർഗോഡ് ഉള്ള ഒരു സ്ത്രീയെയാണ് വിവാഹം കഴിച്ച് അവിടെ താമസിക്കുന്നത്. അയാളുടെ 10 മക്കളിൽ 2ാമത്തെ മകളെ സവാദ് കല്യാണം കഴിച്ചു. ഉള്ളാൽ ദർഗയിൽ വെച്ച് പരിചയപ്പെട്ട ഈ സവാദ് ഷാജഹാൻ എന്നാണ് പേര് പറഞ്ഞതെന്നാണ് അയാൾ പറയുന്നത്. തനിക്ക് ആരുമില്ല, ബന്ധുക്കളില്ല, അനാഥനാണ്. അനാഥനായവനെ സനാഥനാക്കാൻ വേണ്ടി തന്നെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറായ അബ്ദുൾ റഹ്മാൻ അയാളെ 2ാമത്തെ മകളെ വിവാഹം ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇയാൾ കേരളത്തിൽ താമസിച്ചു. ഷാജഹാൻ എന്ന പേരിൽ ഈ സ്ഥലങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ച് മടങ്ങി
ദർക്കയിൽ വന്ന് താമസിച്ചപ്പോഴാണ് അബ്ദുറഹ്മാനെ പരിചയപ്പെട്ടത് എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ വരുന്നത്. ഇനി ഇയാളെ ചോദ്യം ചെയ്യാൻ അത് കസ്റ്റഡി വാങ്ങിച്ച ശേഷമേ പറ്റുള്ളൂ. അതിനു മുമ്പ് ഒരു ചടങ്ങുണ്ട്. ഷാജഹാൻ തന്നെയാണ് സവാദ് എന്നൊരു തിരിച്ചറിയൽ പരേഡ് ഇവിടെ നടത്തണം. അപ്പോൾ ആമുഖമായിട്ട് NIA തിരിച്ചറിയൽ പരേഡ് നടത്തി ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആൾ തന്നെയാണ് സവാദ് എന്ന് സ്ഥാപിക്കണം. തിരിച്ചുള്ള പരേഡ് തീർച്ചയായിട്ടും കൊച്ചി വെച്ച് നടക്കും. NIAയുടെ കോടതി ഏതെങ്കിലും കോടതിയെ തിരിച്ചറിയൽ പരേഡ് നടത്താൻ ഇൻട്രസ്റ്റ് ചെയ്യും. ആ കോടതിയിലായിരിക്കും ജുഡീഷ്യൽ ഫസ്റ്റ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എവിടെയെങ്കിലും NIAയുടെ ഈ ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് നടക്കും. അതിനകത്ത് പ്രൊഫസർ TJ ജോസഫ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി, അപ്പോൾ അവരില്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി, ആ വെട്ടിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയ സമയത്ത് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഏതായാലും TJ ജോസഫിൻ്റെ ബന്ധുക്കളൊക്കെ തിരിച്ചറിയൽ പങ്കെടുക്കും. അന്ന് കൈവെട്ടിയ ആൾ തന്നെയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന അയാളെ പോയിൻ്റ് ഔട്ട് ചെയ്യണം, തിരിച്ചറിയണം. പ്രൊഫസർ TJ ജോസഫ് ഒരിക്കലും അത് ഏത് പ്രായമായാലും ശരി, ഏത് ഷേപ്പ് മാറിയാലും ശരി, തന്നെ കൊല്ലാൻ ശ്രമിച്ച് തൻ്റെ കൈ വെട്ടിക്കൊണ്ട് പോയ ആളെ മറക്കില്ല, അയാളുടെ സഹോദരിയും മറക്കില്ല. അവിടെ തിരിച്ചറിയൽ പറയാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കസ്റ്റഡി കിട്ടിയ ശേഷം ഇയാളെ ചോദ്യം ചെയ്യുള്ളൂ. അന്ന് വെട്ടിയ മഴു, ആ മഴു എവിടെ കളഞ്ഞു എന്ന് പറയണം. എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് എടുക്കണം. 13 വർഷമായപ്പോൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും, എങ്കിലും ആ മഴു എടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അത് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടാവും. സവാദ് അത് നീ കാണിച്ചു കൊടുക്കണം. കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ സവാദ് ആ വിവരം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2010 ജൂലൈ 4 സംഭവമാണ്. 2011 NIA ഇത് ഏറ്റെടുത്തു. 2015 ആദ്യത്തെ ബാച്ച് കുറ്റച്ചാർജ് കൊടുത്തു. അതിനകത്ത് 31 പേരെ കുറ്റച്ചാർജ് കൊടുത്തു, 18 പേരെ വെറുതെ വിട്ടു, 13 പേരെ ശിക്ഷിച്ചു. ശിക്ഷിച്ചതിൽ 3 പേർക്ക് ജീവപര്യന്തമായിരുന്നു. 2023 അടുത്ത കുറ്റച്ചാർജ് കൊടുത്തത്. 11 പേർക്കെതിരായിട്ട് 6 പേരെ ശിക്ഷിച്ചു, 5 പേരെ വെറുതെ വിട്ടു. കേരളത്തിൽ ഇയാൾ 3 സ്ഥലത്ത് അയാൾ താമസിച്ചിട്ടുണ്ട്. വളപട്ടണത്ത് മന്ന എന്ന സ്ഥലത്ത് അവിടെ 5 വർഷത്തോളം താമസിച്ചെന്നാണ് പറയുന്നത്. ഇരിട്ടി വിളിക്കോട് താമസിച്ചു. പിന്നെ മട്ടന്നൂർ ബേര എന്ന സ്ഥലത്ത്. ഈ 3 സ്ഥലങ്ങളിലും ഇയാൾ വീട് വാടകയ്ക്കെടുത്താണ് താമസിച്ചിരുന്നത്. ഇയാൾ മരപ്പണിക്കാരനാണ്, നല്ലതായിട്ട് മരപ്പണി പഠിച്ചു. 1000-1200 രൂപയ്ക്ക് ഇപ്പം ജോലി ചെയ്യും. ഇവിടെ മട്ടന്നൂർ ബേരയിൽ വന്നപ്പം ഭാര്യയും ഒരു കുട്ടിയും, ഭാര്യ 6-7 മാസം പ്രഗ്നൻറ്റുമായിരുന്നു. ആ കുട്ടിയുടെ ജനന രജിസ്റ്ററിലെ പഞ്ചായത്തിൽ അത് ബർത്ത്ഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം, പിതാവിൻ്റെ പേര് പറയണം. 13 വർഷം കഴിഞ്ഞുകൊണ്ട് ആൾ ഷേപ്പ് മാറിയോണ്ട് ഇനി കണ്ടെത്തില്ല, തന്നെ തിരിച്ചറിയാൻ കഴിയില്ല, തന്നെ കേരളത്തിലെ തന്നെ ലയിച്ചു ചേർന്നു എന്ന് കരുതിയിട്ടുണ്ടാവണം സവാദ്. പെരുമ്പാവൂരുകാരനായ സവാദ് അതിനുശേഷം നാട്ടിൽ വന്നിട്ടില്ല, ആ വഴി അങ്ങ് പോയി. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂരൊക്കെ ആയിരുന്നു. വീട് വാടകയ്ക്ക് എടുക്കുമ്പം അയാളുടെ ഭാര്യയുടെ പേരിലാണ് എടുക്കുന്നത്, അവരുടെ തിരിച്ചറിയൽ കാർഡാണ് കൊടുക്കുന്നത്. എന്തായാലും അഡീഷണൽ SP സുഭാഷ് ചന്ദ്ര എന്ന NIAയുടെ SP അവർ 2 കാറിൽ എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു. ഇയാളെ വീട് വളഞ്ഞു. വെളുപ്പിനെ 3 മണിക്ക് അറസ്റ്റ് ചെയ്തു. അയാൾ ഷാജഹാൻ എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നു. താൻ സവാദല്ല. അയാളുടെ ഷട്ടൂര പറഞ്ഞു. കാരണം പ്രൊഫസർ TJ ജോസഫ് സാറിനെ വെട്ടുന്ന സന്ദർഭത്തിൽ ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഒരു വെട്ട് ഇയാളുടെ പുറത്ത് ഉണ്ടായിരുന്നു. അതന്ന് പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അയാൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് പാടുണ്ടാവും, അത് ശരീരത്തിൽ നിന്ന് മാറില്ല.
ഷട്ടഴിപ്പിച്ച് NIA SP മറ്റും ഇയാളുടെ പുറം നോക്കി. ഈ മുറിവ് എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു. പഴയ ആ വെട്ട് മാറിക്കൊണ്ട വെട്ട് സ്റ്റിച്ച് ചെയ്ത പാടുണ്ടായിരുന്നു. അത് ഒരു കമ്പ് കൊണ്ട് ഉറഞ്ഞതാണ്. അന്നേരം അയാൾ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് മട്ടന്നൂർ ബേര അവിടുന്ന് സംഘടിപ്പിച്ചിരുന്നു. അത് കാണിച്ചു. അതിനകത്ത് സവാദ്, കൊച്ചിൻ്റെ ബാപ്പയുടെ പേര് സവാദ് എന്ന് എഴുതിയിരിക്കുന്നു. അതോടുകൂടി കീഴടങ്ങി താൻ തന്നെയാണ് സവാദ്, ഷാജഹാനല്ല എന്ന് കുറ്റസമ്മതം നടത്തി അറസ്റ്റ് ചെയ്തു. അയാളെ ഇപ്പം റിമാൻഡിലാണ്. പക്ഷേ ഈ ആള് ഇനി ജീവപര്യന്തം തടവിലേക്ക് തന്നെ പോകും. അയാളുടെ ഭാര്യയെ മക്കളെയും സവാദിൻ്റെ ബ്രദറിലോ കാസർഗോഡ് നിന്ന് വന്ന് ഇവരെ മടക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനിയുള്ള ദിവസം അയാൾ ജയിലിൽ തന്നെയായിരിക്കും. ആ കേസിൻ്റെ ട്രയലിൽ ഇയാളുടെ ഒപ്പം NIA വളരെ തീവ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇയാളെ സഹായിച്ചത്? ഇയാളുടെ ഫാദറിലോ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അയാൾ ഉള്ള ആളാണ്, കർണാടകയിലുള്ള ആളാണ്. അയാൾ വിവാഹം ചെയ്തിരിക്കുന്നത് കാസർഗോഡുള്ള ഒരു മുസ്ലിം സ്ത്രീയെയാണ്. അവരുടെ രണ്ടാമത്തെ മകളെയാണ് സവാദ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്തായാലും വേഷപ്രച്ഛന്നനായി ഈ ഒരു ഒന്നാം പ്രതി കേരളം നോക്കിക്കൊണ്ടിരുന്ന ഇയാളെ 10 ലക്ഷം രൂപ റിവാർഡിന് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നവർക്ക് കിട്ടുന്ന ആ വ്യക്തിയെ ഏതായാലും കണ്ടെത്തി. കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ദൂരെ എങ്ങും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആരാണ് അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തത്? SDPIയുടെ ഇയാളുടെ ഫാദറിലോ SDPIക്കാരനാണ്. ഇനി വരും ദിവസങ്ങളിൽ ഇയാൾക്ക് സംരക്ഷണം കൊടുത്തവർ ആരൊക്കെയാണ്? അവരും ഈ കേസിൽ പ്രതിയായി കോടതിയിൽ ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം.